ABVP തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദിനെയും പ്രവർത്തകരെയും മർദ്ദിച്ച് DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ പ്രവർത്തകരെ എല്ലാം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ സംഘർഷാവസ്ഥ ഒന്നും തന്നെ ഇല്ലല്ലോ. ABVP പ്രവർത്തകർ എന്താണ് സംസാരിക്കുന്നത്? ദേവിക, നിലവിൽ സംഘർഷാവസ്ഥ ഒഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധിച്ച പ്രവർത്തകരെല്ലാം ABVP പ്രവർത്തകരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധമാണ് ഈ സെക്രട്ടറിയേറ്റിന് മുന്നിൽ അരങ്ങേറിയത്. SS കോവിൽ റോഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം തമ്പാനൂർ റോഡ് വഴി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആ പ്രവേശിക്കുന്ന സ്ഥലത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്തു. തുടർന്ന് പോലീസും പ്രവർത്തകരുമായി ചെറിയ തോതിൽ ഉന്തും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. 2 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രവർത്തകർക്ക് നേരെ SFI ഗുണ്ടകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി, മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ABVPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ ക്രൂരമായി EU ഈശ്വരപ്രസാദ് അടക്കമുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. എന്തായാലും നമ്മളോടൊപ്പം ABVP സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുന്നു, ശ്രീഹരി ചേരുന്നു. ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ ദിവസം ABVPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതും DYFI അതുപോലെ തന്നെ SFI പ്രവർത്തകർ ചേർന്നാണ് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ക്രൂരമായി പോലീസ് നോക്കി നിൽക്കുകയാണ്. പോലീസ് പിടിച്ചുമാറ്റാനോ അല്ലെങ്കിൽ യാതൊരു നടപടികളും സ്വീകരിച്ചതുമില്ല. ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുമില്ല. തീർച്ചയായിട്ടും മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിയാണ്, MLA ആണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഇന്നലെ പെരുമാറിയിട്ടുള്ളത്. പ്രതിഷേധമുയരുന്ന സമയത്ത് ജനാധിപത്യ രീതിയിൽ നേരിടാതെ പാർട്ടിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഗുണ്ടകളെ ചെല്ലിനും ചെലവിനും കൊടുത്തു വളർന്ന പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനും, അതും നേർക്കുനേർ നിന്നല്ല ഇരുട്ടിന്റെ മറവിൽ ചായ കുടിക്കാൻ പോയ സമയത്ത് ABVP സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായ പ്രവർത്തകരെയും അവര് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. നമ്മളെ കേരളം ഇന്നലെ പൊതുസമൂഹം അതിന്റെ വിഷ്വൽസ് കണ്ടു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പത്രസമ്മേളനം വിളിച്ചു പറയുകയാണ് ABVP സമരം ചെയ്യുന്ന വിഷയം എന്തിനാണെന്ന് അറിയുക പോലുമില്ലാന്ന്. എഴുതാനും വായിക്കാനും അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏപ്രിൽ 18-ാം തീയതി ABVP PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നേരിട്ടെത്തി കണ്ടിരുന്നു, അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അതുമായി പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയതാണ്. ജൂൺ അധ്യയന വർഷം ആരംഭിച്ച് 3-ാം ആഴ്ചയായിട്ടും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും എടുക്കുന്നില്ല. കൂടാതെ അദ്ദേഹം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് 8 രൂപയ്ക്കും 6 രൂപയ്ക്കും മുട്ട ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കൊടുക്കുമെന്നുള്ള പ്രസ്താവനയും നടത്തുന്ന സമയത്ത് അത് ഇവിടുത്തെ വിദ്യാർത്ഥികളെ വഞ്ചിക്കലാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1200 കോടി രൂപ ഇന്ന് കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുകൂല നിലപാടില്ലാതെ ഈ ഫണ്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ABVP കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം ചെയ്തത്. 17-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു. തുടർച്ചയായിട്ട് ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം തിരുവനന്തപുരത്തും കോഴിക്കോടും നമ്മൾ നടത്തി. അങ്ങനെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച സമയത്ത് പോലീസുകാർക്കോ മന്ത്രിയുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കോ പോറലു പോലും ഏൽക്കാതെ സംസ്ഥാനത്തൊരു മന്ത്രിയെ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാമെന്നിരിക്കെ SFI, DYFI, CPM ഗുണ്ടകളെ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചത് എന്ത് സമരരീതിയാണ്, എന്ത് മാർഗമാണ്? നമ്മളിത് നവകേരള യാത്രയിൽ കണ്ടു. അവര് അന്ന് പിണറായി വിജയൻ തന്നെ രംഗത്തിറങ്ങി ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. അത് ന്യൂ നോർമലാക്കാൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അതിനെ എന്തു വില കൊടുത്തും നേരിടും. അടിക്ക് തിരിച്ചടിയാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം ഈ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന സമയത്ത് അസ്വസ്ഥരായിട്ട് ABVP ആക്രമിക്കാൻ വരികയാണെങ്കിൽ, വളച്ചിലെടുക്കാൻ വരികയാണെങ്കിൽ അവരെ ആ രീതിയിൽ തന്നെ നേരിടാനാണ് തീരുമാനം. അതിന്റെ സൂചന മാത്രമാണ് ഇന്നിവിടെ കണ്ടത്. നാളെ വിദ്യാഭ്യാസ ബന്ധുമായിട്ട് ABVP മുന്നോട്ട് പോവുകയാണ്. ഈ പ്രതിഷേധം PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ ശിവൻകുട്ടിയുടെ പാർട്ടി ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ച വിഷയത്തിലും ശക്തമായ പ്രതിഷേധവുമായിട്ട് വരും ദിവസങ്ങളിൽ ABVP മുന്നോട്ട് പോകും. ഇവിടുത്തെ പ്രതിഷേധത്തിലും തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും വളരെ ക്രൂരമായിട്ടും പൈശാചികമായ രീതിയാണ് പോലീസിന്റെ പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി അടങ്ങുന്ന 4 പേരെ ഇവിടുത്തെ പോലീസ് SIയുടെ നേതൃത്വത്തിൽ ഹെൽമറ്റ് വെച്ചെത്തിയ SIയും കോൺസ്റ്റബിളുമാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് CPMന്റെയും DYFIയുടെയും ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്നത്. ഇന്ന് ഇത്ര സമയം 24 മണിക്കൂറോട് അടുക്കുന്ന സമയത്തും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. ആറ്റുകാലിലെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ, SFIയുടെ ഗുണ്ട, ഈ ജില്ലയിലെ പ്രധാന ഗുണ്ട ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലേർപ്പെട്ടിട്ടും വഞ്ചിയൂർ പരിസരത്ത് നിന്ന് മുഴുവൻ അവിടെ ചുറ്റിക്കറങ്ങിയിട്ടും കേരളത്തിലെ പോലീസിന് അതിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശിവൻകുട്ടിയുടെ ആസനം താങ്ങികളായിട്ടാണ് ഇവിടുത്തെ പോലീസുകാർ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയിക്കും. ആ പ്രതിഷേധത്തെ എന്ത് വില കൊടുത്തും അടിച്ചമർത്താൻ നിങ്ങൾ
നോക്കുകയാണെങ്കിൽ അതേ നിലയ്ക്ക് തിരിച്ചും പ്രക്ഷോഭമായിട്ട് ABVP മുന്നോട്ട് പോകും. നാളെ എന്താണ് സമരപരിപാടികൾ? നാളെ വിദ്യാഭ്യാസ ബന്ദാണ് ABVP. മുഴുവൻ കലാലയങ്ങളിലും ഈ പൈശാചിക ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ, ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ എതിർക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധമായിരിക്കും നാളെ ക്യാമ്പസുകളിൽ അലയടിക്കുക. തുടർച്ചയായിട്ട് വലിയ മാസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശിവൻകുട്ടിയുടെ വസതിയിലേക്കും ഓഫീസിലേക്കും ABVP പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യും. ശിവൻകുട്ടിയെ കൊണ്ട് ഈ വിഷയത്തിൽ നിലപാട് എടുപ്പിക്കും വരെ ABVP സമരവുമായിട്ട് മുന്നോട്ട് പോകും. ദേവിക, അത് തന്നെയാണ് വി ശിവൻകുട്ടി മന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുമ്പോൾ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ABVPയും പറയുന്നത്. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകും. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കും വരെ ഈ പ്രതിഷേധം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദിനെ അടക്കം മർദ്ദിച്ചതിനെതിരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ABVP പറയുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രവർത്തകർക്ക് നേരെയാണ് SFI DYFI ഗുണ്ടകൾ ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് നോക്കി നിൽക്കെ മർദ്ദിച്ചിട്ടും അവരെ പിടിച്ചു മാറ്റാനോ അറസ്റ്റ് ചെയ്ത് നിൽക്കാനോ പോലീസ് തയ്യാറായതുമില്ല. അവർക്ക് ഒത്താശ വെച്ചു കൊടുക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ശക്തമായ പ്രതിഷേധമായി ABVP ഇന്ന് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്ക് എത്തിയത്. ശക്തമായ പ്രതിഷേധമാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ABVP നടത്തിയത്. പ്രവർത്തകർക്ക് നേരെ 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധിക്കാൻ വന്ന ABVP പ്രവർത്തകർക്ക് നേരെ പോലീസ് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ക്രൂരമായി വലിച്ചിഴച്ചുകൊണ്ടാണ് വാഹനത്തിൽ കയറ്റുന്നത് അടക്കമുള്ള രീതിയിലേക്ക് ചെന്നത്. ഇത് ശക്തമായ രീതിയിൽ ABVPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് ABVPയും പറയുന്നത്. നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് ABVP പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർ സമരങ്ങളുണ്ടാകും. സെക്രട്ടേറിയറ്റിലൊക്കെ അടക്കം, മാത്രമല്ല മന്ത്രിയുടെ വസതിയിലേക്ക് അടക്കം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ABVP പറയുന്നത്. ദേവിക.